ചിലപ്പോൾ നമ്മൾ ഈ വാർത്തകളിലൊക്കെ കാണാറുണ്ട് കുട്ടികൾ ഈ ഗെയിമിനൊക്കെ അഡിക്റ്റ് ആയിട്ട് പലതരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ ചെയ്യുന്നു. അതല്ലാതെ പലതരം അഡിക്ഷനുകൾ, ചിലർക്ക് ലഹരി പദാർത്ഥങ്ങളിലായിരിക്കും അഡിക്ഷൻ. പക്ഷെ ഇതിനൊക്കെ ആഫ്റ്റർ എഫക്റ്റ് പോലെ, അല്ലെങ്കിൽ ഇതിനൊക്കെ ശേഷം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ക്രിമിനൽ സ്വഭാവം ആളുകളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക നിരാശയിലേക്ക് കൂപ്പൂത്തി പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ പ്രണയത്തിന് ശേഷം അല്ലെങ്കിൽ പ്രണയത്തിന്റെ ഒരു തേപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രണയത്തിന്റെ തകർച്ചയ്ക്ക് ശേഷവും ആളുകളിൽ ഇതേപോലുള്ള എന്താ പറയാ അഡിക്ഷനോ അല്ലെങ്കിൽ ഈ അഡിക്ഷന് ആഫ്റ്റർ ആയിട്ട് വരുന്ന കുറെ ലക്ഷണങ്ങൾ സിമിലർ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം പ്രണയത്തിലും ഇത്തരത്തിലുള്ള അഡിക്ഷൻ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഇടയ്ക്ക് നടന്നൊരു പഠനം തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ്, നമ്മൾ എത്രത്തോളം അതിലേക്ക് എന്താ പറയാ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്ന, ഇൻവോൾവ് ആവുന്ന ഒരവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഈ പ്രണയങ്ങളിലും സംഭവിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രണയത്തിന്റെ രുചി അറിഞ്ഞ ഒരാൾക്ക് വീണ്ടും വീണ്ടും പ്രണയബന്ധങ്ങളിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി അത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. കാരണം ഇപ്പൊ സിഗ്മ മെയിൽ അല്ലെങ്കിൽ സിഗ്മ സിംഗിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ, ചില ആൾക്കാരൊക്കെ ബാച്ചിലേഴ്സ് ആയി നടക്കുന്നവര്, അല്ലെങ്കിൽ ലൈഫ് ലോങ് ബാച്ചിലേഴ്സ് ആയി നടക്കാൻ തീരുമാനിച്ചവര്, ഇവര് ഒന്നെങ്കിൽ ഒരു എന്താ പറയുക അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായതിനു ശേഷം അതിൽ നിന്ന് സ്വയം റിക്കവറായി വന്ന് ഇനി അത്തരം ഒരു അവസ്ഥയിലേക്ക് താൻ പോകില്ല എന്ന് ഉറപ്പിച്ചു പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ ലൈഫിൽ ഈ ഒരു ഫീലിങ്സ് വേണ്ട, അത് വേണ്ട എന്ന് തീരുമാനിച്ച് ഒരിക്കൽ പോലും അതിലേക്ക് പോകാത്തവരായിരിക്കും. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് ഈ ലൈഫ് ലോങ് സിംഗിൾ എന്നുള്ള ഇതിലേക്ക് മാറിപ്പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ലവ് പറയുന്ന ഒരു അഡിക്ഷൻ അത് ശരിയാണ്. കാരണം ഒന്ന് ആലോചിച്ചു, ഒരു പ്രണയബന്ധത്തിന് വേണ്ടി നമ്മളെ തന്നെ മാറ്റാൻ തയ്യാറാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. ഈ പൊതുവേ നമ്മൾ ഈ കപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ, ആ ഗാങ്ങിന്റെ ഉള്ളിൽ അത്രയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ പാർട്ട്ണർ വിളിക്കുന്ന സമയത്ത് ഫോണും കൊണ്ട് മാറി നിൽക്കുന്ന ഒരു പരിപാടി നമ്മൾ പൊതുവെ ഇപ്പൊ റീൽസിലൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കരമായി ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു പരിപാടിയാണെങ്കിലും അത് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളെ അത്രയും കാലം എന്റർടൈൻ ചെയ്യിച്ചിരുന്ന എല്ലാ സാധനങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് ഇതിനൊരു പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ലൈഫിൽ ഇതിന്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ഈ പ്രണയിക്കുന്ന ഒരാളുടെ പ്രയോറിറ്റിയിൽ അവരുടെ ഫാമിലി കഴിഞ്ഞാൽ മേ ബി അവരുടെ പാർട്ട്ണർ ആയിരിക്കും, ചിലപ്പോൾ ഫാമിലിക്ക് മുകളിൽ അവരുടെ പാർട്ട്ണറെ പ്ലേസ് ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ്? അതൊരു അഡിക്ഷൻ ആയതുകൊണ്ടല്ലേ. ഇപ്പൊ നമുക്ക് ബ്രേക്കപ്പ് ഉണ്ടായിരിക്കട്ടെ, ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും നമ്മൾ അതിന് റിക്കവർ ചെയ്യാൻ? ആ ലവ് അത്രത്തോളം നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുക്കേണ്ടി വരും നമുക്ക് അതിൽ നിന്ന് ഒന്ന് എന്താ പറയാ മെന്റലി ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ. ആ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് നമ്മൾ മെന്റലി മാത്രമല്ല ഫിസിക്കലിയും ബാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഡിപ്രഷൻ പോലത്തെ അവസ്ഥകൾ എടുത്തു കഴിഞ്ഞാൽ ഡിപ്രഷനൊക്കെ മെന്റൽ ഇമ്പാക്റ്റിനൊപ്പം തന്നെ ഫിസിക്കൽ ഇമ്പാക്റ്റിന് ഗാസ്ട്രിക് ഇഷ്യൂസ് വരാം. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്താ പറയാ ഈ നീ പെയിൻ അല്ലെങ്കിൽ ജോയിന്റ് പെയിനുകൾ പോലത്തെ ഭയങ്കരമായ വെയിറ്റ് ലോസ് ഒക്കെ ഭയങ്കര സ്കെൽട്ടൺ ആയി മാറുന്ന അവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില ആൾക്കാർ ഓവർ വെയിറ്റ് ഉണ്ടാക്കാം, ഈ എന്താ പറയാ ഹൈപ്പർ സ്വഭാവങ്ങളിലേക്ക് മാറുന്നവരുണ്ട്, ഓവർ ഈറ്റിംഗ് ചെയ്തുകൊണ്ട് ഓവർ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇത് നമ്മളെ ഫിസിക്കലിയും എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇതിനൊരു അഡിക്ഷൻ എന്ന് വിളിച്ചല്ലേ പറ്റുള്ളൂ. അതെ, നമ്മൾ ഇപ്പോ സാധാരണ നമ്മൾ അഡിക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡ്രഗ്സിന്റെ അഡിക്ഷൻ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇതൊരു അഡിക്ഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതില്ലാതെ പറ്റില്ല. അതിനെയാണല്ലോ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വോട്ടെവർ ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് അഡിക്ഷൻ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിനകത്ത് നമുക്ക് സ്വയം എന്താ പറയാ റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സ്വയം സർവൈവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ടഫ് ടാസ്ക് ആണ്. അപ്പം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ വൈദ്യസഹായം തേടുകയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ നിന്നോ സഹായം തേടിയാലും അത് ഭയങ്കര ഹാർഡാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങി വരാൻ. ഡ്രഗ്സ് ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകളിലായാലും അല്ലാതെ റിയൽ ലൈഫിലായാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകൾ മറ്റേ വെള്ളം എന്ന ജയസൂര്യന്റെ സിനിമയിൽ കണ്ടിട്ടില്ലേ, റിഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുചെന്നാക്കിയിട്ടും നിലത്ത് വീണു പോയത് നക്കിയെടുക്കുന്ന ആളെ അയാളൊരു അഡിക്റ്റ് ആണ് ഡ്രഗിന്റെ. അതേപോലെ തന്നെ ഗെയിമിങ്ങിന് അഡിക്റ്റ് ആയ ആളുകൾ. ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങൾ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെയും ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഗെയിമിങ്ങിന്റെ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കാതിരിക്കുമ്പോൾ അമ്മയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയ ആളുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തിറങ്ങിയ വാർത്തയിലുള്ളത്. അപ്പോൾ അതിനൊന്നും പ്രായഭേദമന്യെയാണ് അഡിക്ഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഈ അഡിക്ഷൻ പോലെ തന്നെയാണ് പ്രണയത്തിൽ വരുന്നതും എന്നുള്ളത് ആരും ചർച്ച ചെയ്തത് ഞാൻ കേട്ടിട്ടില്ല. അതായത് എന്താ പറയാ ഈ പ്രണയത്തിൽ നമുക്ക് എന്താ പറയാ നമ്മൾ നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഇതിന് കുറേയും കൂടി പ്രയോറിറ്റി കൊടുത്ത് പിന്നീട് ഇത് മാത്രമായി മാറുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും, അല്ലെങ്കിൽ മൊത്തം പ്രയോറിറ്റിയും ഇതായി മാറുക, ലൈഫിന്റെ ഒരു ലക്ഷ്യം തന്നെ ഇതായി മാറുകയാണ്.
ഇയാള് അല്ലെങ്കിൽ ഇയാളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ലോകത്ത് ഒതുങ്ങി പോവാണ് നമ്മുടെ ബാക്കി ലൈഫ്, കരിയർ, ഗോൾ എല്ലാം പോയി. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, അങ്ങനെ എല്ലാത്തതും നമ്മൾ കട്ടായി ഈ ഒരു ലോകത്ത് മാത്രമാവാം. അതിൽ കൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ കുറെ സമയം തന്നെ നമ്മൾ എന്താ പറയാ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട കുറച്ച് സമയമാണ് നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ യങ് ഏജ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പോവാ. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ലവിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് കുറച്ചും കൂടെ ഓക്വേർഡായി ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനായി ഫീൽ ചെയ്യാം. അതും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ ഒരു സെയിം വികാരം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ഇറിറ്റേഷനായി അയാൾ അതിൽ നിന്ന് ബാക്ക് അടിച്ച് പോകുമ്പോഴാണ് ഇയാൾക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് മാറുന്നത്. അത് നമ്മൾ ഈ വാരണമായ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. സൂര്യ ഭയങ്കരമായി ഡ്രഗിന് അഡിക്റ്റ് ആവുന്നു, ഇതിനെ തുടർന്ന് അയാൾക്ക് അയാളുടെ ലൈഫിൽ എല്ലാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും പുറത്തേക്ക് വരണം, എല്ലാത്തിനും അയാൾ വിട്ടു പോവാണ്. അപ്പൊ അതിലൂടെ അയാളെയും അയാളുടെ കുടുംബത്തിനെ നഷ്ടപ്പെടുന്നു, അയാൾക്ക് സ്വയവും അയാളെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഈ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക സാധാരണ അഡിക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ തലച്ചോറിൽ, മനുഷ്യന്റെ ശരീരത്തിലെ തലച്ചോറിൽ എന്താ പറയുക ഈ ഡോപ്പമിൻ ഹോർമോൺസ് അളവ് കൂടുന്ന ഒരു സാഹചര്യം വരും. അപ്പം പിന്നീട് നമുക്ക് ആ ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ് കിട്ടാതെ ആവുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായി പാനിക് ആവുന്നതും ആകെ പ്രശ്നമാവുന്നത്. അപ്പം എന്താ പറയുക എല്ലാത്തിനും ഒരു മിതമായ ലെവലിൽ നമ്മൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ ആക്ച്വലി നമ്മളിപ്പോ ഈ ഡോപ്പമിന്റെ കാര്യമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കിസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ്, നമുക്ക് ഹാപ്പി ഹോർമോൺ എത്രത്തോളം കൂടുന്നു, അത് നമ്മുടെ സ്ട്രെസ്സിന് എത്രത്തോളം കുറയ്ക്കുന്നു, ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു കാലത്ത് അത് ഇല്ലാണ്ട് ആവുമ്പോൾ നമ്മൾ എത്രത്തോളം ഇതേപോലെ തന്നെയുള്ള ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരും എന്നുള്ളൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ റിലേഷൻഷിപ്പുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ അതിന് ടോക്സിക് റിലേഷൻഷിപ്പുകൾ എന്നൊക്കെ വിളിക്കുമെങ്കിലും അതൊരാളുടെ ആത്മാർത്ഥ പ്രണയം കൊണ്ടാണ് ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഒരു പരിധി വരെ, എല്ലാവരെയും ഞാൻ പറയും, ഒരു പരിധിയിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ടോക്സിക് ആവുന്നത് ഈ ലവോടുള്ള ഒരു അഡിക്ഷൻ കൂടുമ്പോഴാണ്. ഇയാൾ എന്റേത് മാത്രമാവണം, ഇയാൾ വേറൊരാൾക്കൊപ്പം പോകരുത്, അല്ലെങ്കിൽ അവളുമായിട്ടോ അല്ലെങ്കിൽ അവനുമായിട്ടോ ഉള്ള ക്വാളിറ്റി ടൈം അത് എനിക്കൊപ്പം ഉള്ളത് മാത്രമായിരിക്കണം, വേറൊരാൾ ആ ഒരു ഇത് ഡിസർവ് ചെയ്യുന്നില്ല, അത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ചധികം ഒരു എന്താ പറയുക അഡിക്റ്റീവ് മെന്റാലിറ്റി വരുന്ന സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇതിനെ കൂടുതലും നമുക്കോട് ചേർക്കാൻ നോക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ലവ് മാറിപ്പോകുന്നത്. പക്ഷേ അനുപമ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് എന്തും കൂടുതലായിരിക്കുന്ന ഒരു സഫക്കേഷൻ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മൾ കൂടുതൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ സഫക്കേറ്റഡ് ആവില്ലേ. അതിനൊരു എൻജോയ്മെന്റ് മോഡിന് അപ്പുറത്തേക്ക് നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വാള് വെക്കുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതേപോലെ നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട്. സോ എന്തും ഓവർ ആയി കഴിഞ്ഞാൽ അത് ടോക്സിക്, അല്ലെങ്കിൽ ടോക്സിക് അല്ല, അത് വിഷമാണ്, അതെ ഹാംഫുൾ ആണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. ഇപ്പോ ഈ വിട്രോവൽ സിംറ്റംസ്, നമ്മളിപ്പോ ഈ കള്ളുകൂടി ഒരു ഘട്ടത്തിൽ നിന്ന് നമുക്കറിയാം 41 ദിവസത്തോളം ഒക്കെ നമ്മളൊരു ഹാബിറ്റ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറും എന്നാണ് സ്റ്റഡീസ് പറഞ്ഞു വെക്കുന്നത്. സോ പക്ഷേ ഈ കള്ളുകൂടി നിർത്തുന്ന ഒരാള് ഈ 41 ദിവസം സർവൈവ് ചെയ്യുന്നത് അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന എന്താ പറയാ ചേഞ്ചസ് ഉണ്ട്, അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഇപ്പൊ എന്റെ 2-3 ഫ്രണ്ട്സ് ഇപ്പൊ ശബരിമലയുടെ കാലമാണ്, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ 41 ദിവസത്തെ വ്രതം, ഈ 41 ദിവസത്തെ വ്രതത്തിന്റെ ഇടയിൽ സിഗരറ്റ് വലി നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സിഗരറ്റ് വലി നിർത്തിയതിന്റെ ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. വിട്ടുമാറാത്ത ചുമയുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ദേഷ്യം വരിക, എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ മാരകമല്ലെങ്കിലും അവരെ മെന്റലി ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരെ ആകെ മൊത്തം കുഴപ്പിക്കുന്ന ഒരുപാട് സൈഡ് എഫക്ട്സ് അതിനോട് ഒരു 41 ദിവസത്തെ ഗ്യാപ്പ് എടുക്കുമ്പോഴേക്കും തന്നെ അതുണ്ട്. ഇതേ സാധനം തന്നെയാണ് പ്രണയത്തിലും ഉണ്ടാവുന്നത്. കാരണം പ്രണയം നമ്മൾ ബ്രേക്കപ്പ് ആയ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ തമാശയ്ക്ക് പറയും താടി വളർത്തി മുടി വളർത്തി നടക്കുന്ന ആൾക്കാർ മൊത്തം ഈ പ്രണയ നൈരാശ്യമുള്ളവരാണെന്ന് നമ്മൾ പറയാറുണ്ട്. അവർക്ക് അവരുടെ സെൽഫ് ക്ലെൻലിനെസ് പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. ഇനിയിപ്പോ ഇത് എന്തിനാണ്, ഇത് ആരെ കാണിക്കാനാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് അവരുടെ തോട്ട് പ്രോസസ് മാറുന്നത് കൊണ്ടായിരിക്കാം പിന്നെ അവർ അതിനൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാതെ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അവിടെ ലോസ് ആവുകയാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളാണ് നമ്മൾ ആത്യന്തികമായി സ്നേഹിക്കേണ്ടത്. ഒബ്വിയസ്ലി നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് റിയലൈസ് ചെയ്യുന്നത് വരെയാണ് ഈ അഡിക്ഷൻസിനെല്ലാം നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇതിപ്പോ എന്ത് അഡിക്ഷൻ ആയിക്കോട്ടെ അത് നമ്മളിപ്പോ ചെന്ന് കയറുന്ന ഗെയിമിംഗ് പോലത്തെ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും
അതിന് നമ്മൾ അഡിക്റ്റീവായി അതിന്റെ എഫക്റ്റിങ് നമ്മളെ ബ്രെയിനിനെ എഫക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേരിടാൻ നമുക്കൊപ്പം ഈ ഗെയിം കളിച്ചവരാരും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെയാണ് പ്രണയങ്ങളും. പ്രണയിച്ചു കഴിഞ്ഞ് അതിൽ നമ്മൾ അഡിക്റ്റീവായി ഓവർ സഫക്കേഷൻ കാരണം ആ പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അയാൾ സർവൈവ് ചെയ്യുന്നത്? ഒറ്റയ്ക്കാണ് സർവൈവ് ചെയ്യുന്നത്. എത്രത്തോളം ഫ്രണ്ട്സ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഫാമിലി കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്ക് തന്നെ അതിനെ ഓവർകം ചെയ്ത് വരണം എന്നുള്ളതാണ്. കാരണം വേറെ എല്ലാവർക്കും പറഞ്ഞ് ഇപ്പോ ഞാനാണ് ഓക്കെ അല്ലാതിരിക്കുന്നത് വെച്ചാൽ അനുഭവിക്ക് എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ആ സമാധാനിപ്പിക്കുന്ന പോയിന്റുകളെ എടുത്ത് അതിനെ ഞാൻ എന്റെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. അല്ലാതെ അനുഭവിക്കത് വന്ന് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തരാൻ സാധിക്കില്ല. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വലിയൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ പ്രണയം അല്ലെങ്കിൽ ഗെയിമിങ്, ഡ്രഗ്സ് ഇതൊന്നും അല്ല ജീവിതം. ഇതെല്ലാം പാർട്ട് ഓഫ് ലൈഫാണ്. ജീവിതത്തിന്റെ ചില ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ വന്നു പോകുന്ന ചില സാധനങ്ങൾ, അതല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലും പെർമനന്റ് ആണെങ്കിൽ പോലും അതൊരു പാർട്ടായിട്ട് കാണാൻ പഠിക്കും. അതാണ് ജീവിതം എന്ന് പറഞ്ഞ് ജീവിക്കാതെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞ് ജീവിതം അതിലുപരി എന്തോ ആണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് അതിൽ അഡിക്ഷൻ ഉണ്ടാവാതെ രക്ഷപ്പെടാൻ സാധിക്കുമായിരിക്കും. കുറെ നന്നായി പ്രണയിക്കരുത്, ആത്മാർത്ഥമായി പ്രണയിക്കരുത് എന്നല്ല പറയുന്നത്. അവിടെയും നമ്മുടെ സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടാൻ വേണ്ടി പ്രണയിക്കണം എന്നുള്ളതാണ്.